L2 എമ്പുരാൻ. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ചർച്ച എമ്പുരാനാണ്. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ചർച്ചകളിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ എമ്പുരാനാണ്. ശരിക്കും എന്താണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന വിഷയം ഇത്രയും കത്തിപ്പടരാൻ കാരണമെന്താണ്? മാർച്ച് 27-നായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന ചിത്രം വളരെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 2019-ലാണ് ഇതിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ തിയേറ്ററിൽ എത്തുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നത് ഏകദേശം 50 അല്ലെങ്കിൽ 30 കോടി ആ ഒരു ബഡ്ജറ്റിലായിരുന്നു. അങ്ങനെ വലിയൊരു കാത്തിരിപ്പിന്, കാരണം മോഹൻലാൽ ആരാധകരുടെയും അതുപോലെ സിനിമാ പ്രേക്ഷകരുടെ എല്ലാം വലിയൊരു കാത്തിരിപ്പായിരുന്നു എമ്പുരാൻ എന്ന ചിത്രം. നമുക്കറിയാം, ബുക്ക് മൈ ഷോയിലെ ഈ ഒരു ടിക്കറ്റുകൾ ഓപ്പൺ ആക്കിയപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു, അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു സെയിൽ നടക്കുന്നത്. തിയേറ്റർ ഉടമകളും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഈ ഒരു ചിത്രത്തിന്റെ വരവിനായി കാത്തിരുന്നു. തിയേറ്ററുകൾക്ക് പുതിയൊരു ഉണർവായിരുന്നു എമ്പുരാൻ എന്ന ചിത്രം എത്തുന്നതോടുകൂടി. എന്നാൽ റിലീസായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾക്കാണ് തുടക്കമായത്. റിലീസ് ചെയ്ത അന്ന് മുതൽ ഇന്നിപ്പോൾ ഈ ഒരു സമയം വരെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് കത്തിപ്പടരുന്നത്. ഗുജറാത്ത് കലാപവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും അധിക്ഷേപിക്കുന്നു എന്നതാണ് പ്രധാനമായും ഇവർ ഉയർത്തിക്കാട്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിനെ വിമർശിക്കുകയല്ല, ആ ഒരു ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മാറ്റണം എന്നതായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് എത്താൻ കാരണം. ഒടുവിൽ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടി ചിത്രത്തിലെ നായകൻ, നമ്മുടെ എല്ലാം ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഈ ഒരു ക്ഷമാപണം നടത്തുന്നത്. അതിന്റെ സംവിധായകനായ പൃഥ്വിരാജും അതുപോലെ തന്നെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും ആ ഒരു പോസ്റ്റ് ഷെയർ ആക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ ഒരു വിഷയം തീരുന്ന മട്ടല്ല കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇന്നും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിലും ഇനി വരുന്ന ദിവസങ്ങളിലും എമ്പുരാൻ തന്നെയായിരിക്കും ചർച്ചയാവാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഈ ഒരു ചിത്രം കണ്ടവരാണ്. ആദ്യത്തെ ദിവസം ഫാൻസിന്റെ കൂടെ തന്നെ ഈ ഒരു ചിത്രം കണ്ടവരാണ്. കാരണം ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ചിത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിരവധി വിമർശനങ്ങൾ നമുക്ക് മുമ്പോട്ട് വെക്കാനായിട്ടുണ്ട്. കാരണം ഈ ഒരു ചിത്രത്തിന്റെ കഥ, അതുപോലെ തന്നെ ഇതിന്റെ ഫൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കഥാ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ പല പോരായ്മകൾ ഈ ഒരു ചിത്രത്തിലുണ്ട്. എന്നാൽ ആ ഒരു പോരായ്മകൾ കണ്ടെത്താതെ ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് മാത്രമാണ് ചില ആളുകൾ കടന്നെത്തുകയും അതിനെ മാത്രം അല്ലെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു അജണ്ട മാത്രം മുമ്പോട്ട് വെക്കുകയാണ്. കാരണം നമുക്കറിയാം പോലെ വലിയൊരു പ്രതീക്ഷയോടെ കൂടിയായിരുന്നു ലൂസിഫർ എന്ന ചിത്രം നമ്മൾ കണ്ടിറങ്ങുന്നതും അതിന്റെ ഒരു ടൈലന്റ് നമുക്ക് എമ്പുരാൻ എന്നൊരു ചിത്രത്തിലേക്ക് അത് ബാക്കി വെക്കുന്നത്. ഈ എമ്പുരാൻ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ലൂസിഫറിൽ നിന്നും തികച്ചും കഥയും കഥാപരിസരങ്ങളെല്ലാം മാറുന്നു. നമുക്ക് ആദ്യ ചിത്രത്തിലെ പോലൊരു കണക്ഷൻ ഈ ഒരു ചിത്രത്തിലേക്ക് നൽകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ തന്നെ ഒരു സംതൃപ്തി കുറവ് സെഫാൻ എനിക്ക് ആണെങ്കിലും അനുഭവപ്പെട്ടതാണ്. കാരണം നമ്മൾ തന്നെ വിചാരിച്ചതാണ് ഈ ഒരു ചിത്രം ഇനി അധികം മുമ്പോട്ട് പോകില്ല, അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആ ഒരു സമയം വരെ തിയേറ്ററുകളിൽ നിൽക്കൂ എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നിന്നത്. എന്നാൽ ശരിക്കും ഈ ഒരു വിവാദങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷനെ ഉയർത്തുകയാണ്. അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാഷ് ഔട്ട് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ബുക്കിങ്ങുകൾ ഉൾപ്പെടെ വരാതിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം പലർക്കും, ഫാൻസിന് പോലും അധികം അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു ആദ്യ ദിവസം എമ്പുരാൻ എന്ന ചിത്രത്തിന് വന്നത്. കാരണം അത് ആ ഒരു കഥയിലും അതുപോലെ തന്നെ അവർ എടുത്തേക്കുന്ന ഒരു മേക്കിംഗ് കൊണ്ട് മാത്രം ഒരു ചിത്രം ഒരിക്കലും വിജയിക്കില്ല എന്ന് വീണ്ടും അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കുകയാണ്. മികച്ചൊരു കഥ വേണം, അല്ലെങ്കിൽ അതിന് ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള ഇമോഷൻസ് ആ ഒരു ചിത്രത്തിൽ വേണം. എന്നാൽ ഒരു രീതിയിൽ പോലും ആളുകളെ പിടിച്ചിരുത്താൻ ഈ ഒരു എമ്പുരാൻ എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല. പല പോരായ്മകൾ ഈ ഒരു ചിത്രത്തിനുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ ഈ ഒരു വിവാദങ്ങൾ കത്തി വന്നതോടുകൂടി എന്താണ് ഇത്ര വിവാദം വരാൻ കാരണം എന്ന് പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റ് പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോഴും എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 2-3 ദിവസത്തേക്കിനുള്ള ബുക്കിങ്ങുകളെല്ലാം ഇപ്പോൾ തന്നെ തിയേറ്ററിൽ ബുക്കാണ്. കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി റീസെൻസർ ചെയ്ത് ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നമുക്കും അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇനി അവർ പറഞ്ഞ വിവാദ രംഗങ്ങൾ അതിൽ നിന്നും മാറ്റി വില്ലന്റെ പേരുകൾ ഉൾപ്പെടെ മാറ്റിയായിരിക്കും തിയേറ്ററുകളിൽ എത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അത് എത്തും എന്നും നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ മോഹൻലാൽ എന്ന നടൻ ഈ ഒരു ക്ഷമാപണം നടത്തിയതോടുകൂടി വീണ്ടും ഈ ഒരു ചിത്രം അല്ലെങ്കിൽ വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം റിലീസിന്റെ അന്ന് മുതൽ ഇന്നലെ വരെ മോഹൻലാൽ ആരാധകർ ഈ ഒരു ചിത്രത്തിന് കട്ട സപ്പോർട്ട് നൽകി കൂടെ നിന്നതാണ്. പൃഥ്വിരാജിന്റെ ആരാധകരാണേലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരാണേലും അങ്ങനെ കട്ട സപ്പോർട്ട് നൽകി കൂടെ നിന്ന ആരാധകരുണ്ട്.
അല്ലെങ്കിൽ അദ്ദേഹത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തുന്നതോടുകൂടി വീണ്ടും വലിയ രീതിയിൽ തന്നെ ഈ ഒരു വിഷയം മാറുന്ന ഒരു രീതിയിലേക്ക് എത്തി. കാരണം പൃഥ്വിരാജിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്നാണ് ആരാധകരിൽ തന്നെ, അല്ലെങ്കിൽ രണ്ട് തട്ടിലേക്ക് ആരാധകർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, കാലാപാനി ഉൾപ്പെടെയുള്ള ചിത്രത്തിലെ മീമുകളാണ് ഈ കളിയാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം ഇപ്പോൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആന്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഗോകുലം, എല്ലാവരും ഈ ഒരു ക്ഷമാപണം അല്ലെങ്കിൽ ഖേദപ്രകടനം മോഹൻലാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, പൃഥ്വിരാജ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ രീതികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. അദ്ദേഹം ഒരു മനസ്സോടു കൂടി തന്നെയാണ് ആ ഒരു പോസ്റ്റ് ഉൾപ്പെടെ ഷെയർ ആക്കിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ. ഇതിനുശേഷവും വലിയ രീതിയിൽ തന്നെ ചർച്ചകളിലേക്ക് പോകുന്നതും ഇവരെ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ പരിഹാസികരാക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. കാരണം മോഹൻലാലിനാണേലും പൃഥ്വിരാജിനാണേലും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നത്. കാരണം അതിനെ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് ആലപ്പുഴയിലെ മോഹൻലാൽ ഫാൻസ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇന്നിപ്പോൾ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആരാധകർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ രൂപപ്പെടുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ടീമിനുള്ളിൽ, എമ്പുരാൻ എന്ന ടീമിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാകുന്നു എന്ന രീതിയിലേക്ക് പോവുകയാണ്. കാരണം ഇന്നലെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിന്റെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന മുരളി ഗോപി, അദ്ദേഹത്തിന്റെയാണ് ഈ ചിത്രത്തിന്റെ എഴുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നത്. അദ്ദേഹം ഇതുവരെയുമായി ആ ഒരു അല്ലെങ്കിൽ മോഹൻലാൽ ഇട്ട ഒരു പോസ്റ്റ് ഷെയർ ആക്കുകയോ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു രീതിയിലുള്ള കമന്റ്സ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട്. അദ്ദേഹം ഇതുവരെയും അല്ലെങ്കിൽ അവരുടെ ഒരു ഖേദപ്രകടനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മുരളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ അമർഷമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റീസെൻസർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യക്കുറവുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു ചർച്ച കത്തിപ്പടരും, അല്ലെങ്കിൽ ഈ ഒരു എമ്പുരാൻ എന്ന വിഷയം ആളുകളിലേക്കും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കും. സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇത് ചർച്ചയായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. നമുക്കും എന്തായാലും കാത്തിരുന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ കാണാം.